താങ്ക് യു സോ മച്ച് സർ. എല്ലാവർക്കും JRCM ജെ സോൾ. യെസ്, കീസോൾ കയ്യടി കീസോൾ കയ്യടി അടിച്ചുകൊണ്ടാണ് എല്ലാവരും ഇരിക്കണേന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം വീട്ടിലാണ്, രാവിലത്തെ സമയമാണ്. ഈ സമയത്ത് കൂവി വിളിച്ച് കയ്യടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വീട്ടുകാർ ആദ്യം ഓടിക്കുന്നത് എന്ത് കേൾക്കാനിരിക്കണേന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. രാവിലെ തന്നെ കേൾക്കാനായിട്ട് ഇത്രയധികം ആളുകൾ എന്താ പറയാ സജ്ജരായിട്ടിരിക്കണോണ്ട് അതാ മെസ്സേജിൽ എനിക്ക് കൂവി വിളികൾ കേൾക്കുന്നുണ്ട്, ഡയറക്റ്റ് മെസ്സേജുകൾ അയക്കുന്നുണ്ട് എല്ലാവരും. ഞങ്ങള് എന്താ പറയാ കീസോൾ സന്തോഷത്തോടു കൂടി ആക്സെപ്റ്റ് ചെയ്തു എന്നും പറഞ്ഞു. ഓക്കെ, അപ്പോ ഇന്ന് രാവിലെ ഒരുപാട് പുതിയ മുഖങ്ങൾ കാണുന്നുണ്ട്, പുതിയ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കീസോളിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും, മുമ്പ് കയറാനായിട്ട് പറ്റാത്തവർ. അപ്പൊ എല്ലാവർക്കും കൂടിയിട്ട് വേണ്ടിയിട്ടുള്ളൊരു സെഷൻ ആവണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. വീഡിയോ ഓൺ ആക്കിയവർ ചിരിക്കാൻ മറക്കരുത്, വീഡിയോ ഓൺ ആക്കാത്തവർ വീഡിയോ ഓൺ ആക്കിയിരിക്കാൻ ശ്രദ്ധിക്കുക. രാവിലെ തന്നെയാണ്, കുട്ടികളെ പറഞ്ഞേക്കുന്ന തിരക്കാണ്, അടുക്കളയിലുള്ള തിരക്കാണ്, ഫീൽഡിൽ ഇറങ്ങണതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള തിരക്കാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് പണികൾ എടുത്തോളൂ. അപ്പൊ കുറച്ചും കൂടി നമുക്കൊരു ശ്രദ്ധയും കേൾക്കാനുള്ളൊരു ആകാംക്ഷയൊക്കെ കൂടും. അപ്പൊ വീഡിയോ ഓൺ ആക്കിയിരുന്നാൽ അത്രത്തോളം നമുക്ക് ഇതിൽ ഇൻവോൾവ് ആവാനായിട്ട് പറ്റും. യെസ്, ചിരിക്കാനായിട്ട് മറക്കരുത്. ചിരിച്ചുകൊണ്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്താലും അടുക്കളയിൽ ഇരുന്നാലും എന്ത് പണികൾ ഇതെടുത്താലും നല്ല എന്തായാലും ഗുണങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ചിരിക്കാൻ മറക്കരുത്. യെസ്, 20 വയസ്സിന്റെ എനർജിയാണെന്നുള്ളത് മറക്കരുത്. നമ്മൾ കീസോളിനോട് ജോയിൻ ചെയ്ത പിന്നെ എല്ലാവർക്കും 20 വയസ്സാണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. RCMൽ ഒരു സെഗ്മെന്റ് ആണ് ഇപ്പൊ ബാബു സാർ ഒരുപാട് പ്രോഡക്ട്സിനെ കുറിച്ചും പ്രോഡക്റ്റ് സെഗ്മെന്റ്സിനെ കുറിച്ചും പറഞ്ഞു. അതിലൊരു സെഗ്മെന്റ് ആണ് കീസോൾ. എന്തുകൊണ്ട് കീസോൾ അറിയണം, എന്തുകൊണ്ട് കീസോൾ പ്രൊമോട്ട് ചെയ്യണം, എന്തുകൊണ്ട് കീസോളിനെ കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാവണം. കീസോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ കോസ്മെറ്റിക്സ് ആണ്, സ്ത്രീകളുടെ പ്രോഡക്ട്സ് ആണ്, നമുക്ക് ഇതിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ലാന്ന് ആദ്യമേ തന്നെ പുരുഷന്മാർ തീരുമാനിച്ചാൽ അത് നമുക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ഓൾറെഡി ഒരുപാട് സെഗ്മെന്റ്സ് ഉണ്ട്, എന്തൊക്കെ പഠിക്കും, എന്തൊക്കെ നോക്കും. അതുകൊണ്ട് ഇത് ഇവര് നോക്കിക്കോളും എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് എന്താ പറയാ മാറ്റി വെച്ചേക്കുകയാണ്. അപ്പൊ അത് പോരാ. നമുക്ക് എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്, എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്ന് മനസ്സിലാവണം. ഏറ്റവും ആദ്യം 4 കാറ്റഗറീസ് ആ കീസോളിലുള്ളത്. ഒന്ന് ലോഞ്ചറി ആണ്, ഒന്ന് ഹൈജീൻ ആണ്, മറ്റൊന്ന് കോസ്മെറ്റിക്സ് ആണ്, 4ാമത്തെ കാറ്റഗറി വ്യോമിനി ആണ്. വ്യോമിനിയിൽ ഹെയർ കെയറും സ്കിൻ കെയറും വരുന്നുണ്ട്. ഇത്രയും കാറ്റഗറീസ് ആണ് കീസോളിൽ വരുന്നത്. ഇതില് ഇപ്പൊ പഠിക്കാനുള്ളത് എന്താ? ഹൈജീനെ കുറിച്ചൊക്കെ ഒരാൾ പഠിപ്പിച്ചായിരുന്നു ഇത്രയും പ്രായം കഴിഞ്ഞിട്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ പലപ്പോഴും സംസാരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല എന്നുള്ളത്. അപ്പൊ ഹൈജീനിൽ തുടങ്ങാൻ നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് പോയിട്ട് എന്താണ് ഇപ്പൊ ബാബു സാർ പറഞ്ഞ ഉടാൻ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പൊ PUCക്കാർക്ക് ഓർഡർ ചെയ്യാൻ, KSOക്കാർക്ക് പ്രോഡക്ട്സ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. സാധാരണക്കാരായ നമുക്ക് അടുത്ത് PUC ഒന്നുമില്ല, പെട്ടെന്ന് പ്രോഡക്ട്സ് വേണം എന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ ചെയ്യാൻ എന്താണ് സ്കോപ്പ്, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ സെഷനിൽ മനസ്സിലാക്കാം. അപ്പൊ ആദ്യത്തെ നമുക്ക് ഹൈജീൻ ആണ്. ഹൈജീനിൽ നമുക്ക് സാനിറ്ററി നാപ്കിൻസും അതേപോലെ തന്നെ നമുക്ക് ഇന്റിമേറ്റ് വാഷും ഉണ്ട്. സാനിറ്ററി നാപ്കിൻസും ഇന്റിമേറ്റ് വാഷും പറയുന്ന സമയത്ത് എന്തിനാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്, എന്തിനാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലീഡേഴ്സ് ഒരുപാട് പേരൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും കൂടിയിട്ടാണ് ഹൈജീൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ, ഹൈജീൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഏതൊരു പ്രോഡക്ട്സിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്ന ബിസിനസ് സംബന്ധമായി പറഞ്ഞാൽ ഏതൊരു കാറ്റഗറിയിലേക്കും ഏതൊരു സെഗ്മെന്റിലേക്കും കടക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഹൈജീൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഇനി ഹൈജീൻ പ്രോഡക്ട്സിൽ സാനിറ്ററി നാപ്കിൻസിൽ ഞാൻ ഒരിക്കലും MRP SP PV ഒന്നും സംസാരിക്കാറില്ല. കാരണം ഈ ഒരു പ്രോഡക്ട്സ്, ഈ ഒരു കാറ്റഗറി, ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആളുകളിലേക്ക് എത്തിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ വീട്ടുകാർ ഇന്നും കീസോളിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്ട്സിൽ ഏറ്റവും കൂടുതൽ വിറ്റ് വരുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന, പല റേറ്റിൽ വലിയ റേറ്റിലടക്കം കിട്ടുന്ന ഒരു ബ്രാൻഡ്, ഞാൻ ബ്രാൻഡിന്റെ പേര് പറയുന്നില്ല, ഉപയോഗിക്കുന്നവർക്ക് പലർക്കും അറിയാം. നമ്മൾ ഡെമോ കാണിക്കുമ്പോഴൊക്കെ അത് കാണിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ആണ്. 80+ അതിൽ പ്ലാസ്റ്റിക് ആണ്. ഈ പ്ലാസ്റ്റിക് കണ്ടന്റ് കാരണം തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്, സ്ഥിരം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്, മഴക്കാലാണ് അല്ലെ, മഴക്കാലത്തെ സമയത്ത് നമുക്ക് ഇന്നേഴ്സ് ഒക്കെ നന്നായിട്ട് ഉണങ്ങാതെ ഇടേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? മുഴുവനല്ല പറയുന്നത്, ഒരുവിധം ഉണങ്ങിയിട്ട് ഇത്തിരിയേ ബാക്കിയുള്ളൂ എന്ന് വെച്ചാൽ പോലും ഒരു അരമണിക്കൂർ പോലും ഇടാൻ പറ്റുമോ നമുക്ക്? വലിയ പ്രയാസമുള്ള കാര്യം, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ സമയത്ത് സ്ത്രീകള് അബ്സോർപ്ഷൻ നന്നായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടും അബ്സോർപ്ഷൻ നന്നായിട്ടില്ലാതെ ഈറിനോട് കൂടിയിട്ട് നനഞ്ഞ
ഡ്രസ്സുകൾ നനഞ്ഞ രീതിയിൽ പാൻറ്റീസോ അല്ലെങ്കിൽ പാഡ് വെച്ച് കഴിഞ്ഞിട്ട് നടക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഉണ്ടാവുന്നു. ഇവിടെ നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുക മാത്രമല്ല, കോട്ടൺ ആണ്, കോട്ടണി സോഫ്റ്റ് ആണ്, സോഫ്റ്റ് കോട്ടൺ ലെയർ ആണ് ഫസ്റ്റത്തെ ലെയർ വരുന്നത്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് കംഫർട്ടബിൾ ആണ്. ഇതിൽ നിന്ന് കംഫർട്ടബിലിറ്റി കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് പലതരത്തിലേക്ക് ആൾക്കാർ മാറുന്നതും മെൻസ്ട്രൽ കപ്പിലേക്കൊക്കെ മാറുന്നത്. അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ ഇപ്പൊ യൂട്യൂബ് തുറന്നൊക്കെ ഒരുപാട് കാണാം. ഇത്രയും നാളത്തെയും പോലെയല്ല. എന്താ പറയാ, കോൺവെർസേഷനൊക്കെ വല്ലാണ്ട് സീരിയസ് ആയി കഴിഞ്ഞാൽ ഒന്നാമത് രാവിലെ എനിക്ക് കഴിഞ്ഞിട്ട് കണ്ണുന്നിരുമ്പ് ഇരിക്കുകയാണ്. വീഡിയോ ഓണാക്കാൻ പറഞ്ഞ കാരണം വീഡിയോ ഓണാക്കിയിട്ട് താഴെ തല മുട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാടി വിളിച്ചട്ടെ. അപ്പൊ അതുകൊണ്ട് വല്ലാണ്ട് സീരിയസ് ആയിട്ടുള്ള ടോണിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ഓർമ്മിപ്പിച്ചതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഓരോ കാറ്റഗറീസ് പറയേണ്ട ആവശ്യത്തിൽ. വീഡിയോ ഓണാക്കി ഒരു കുറെ പേര് ഓഫാക്കിയല്ലോ, ഞാൻ കാണാനില്ല എന്ന് വിചാരിച്ചിട്ടാണോ? മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ, ക്ലാസ്സിന്റെ ഇടയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. സുന്ദരമായ മുഖങ്ങൾ മാറി മാറി കാണുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഓണാക്കിയവരെ ഓഫാക്കണ്ട, ബാക്കിയുള്ളവരൊക്കെ പതുക്കെ പതുക്കെ വീഡിയോ ഓണാക്കിക്കോളൂ. പുരുഷന്മാരൊക്കെ വീഡിയോ ഓണാക്കിയിരിക്കാന്ന്, അത് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ല. നമുക്ക് അടുക്കളയിൽ പണിയുണ്ടല്ലോ. ധനുഷ മാമൊക്കെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കില്ലേ, വീഡിയോ ഓണാക്കിയ പോലെ തന്നെ വീഡിയോ ഓണാക്കിക്കോളും. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള ഹൈജീനെ കുറിച്ചാണ്. ഇത് പറയേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ത്രീകൾ ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട്. എങ്ങനെ ഇത് പറയും, എങ്ങനെ ഇത് മനസ്സിലാക്കി കൊടുക്കും, എങ്ങനെ ഇത് ആരോട് സംസാരിക്കും എന്നറിയാത്ത കാരണം സഹിച്ചു പിടിച്ച് നടക്കുകയാണ്. ഇനി അടുത്തത് ഇന്റിമേറ്റ് വാഷ് ആണ്. ഇന്റിമേറ്റ് വാഷിൽ നമുക്ക് സ്ത്രീകൾക്ക് ഇന്റിമേറ്റ് വാഷ് ഉണ്ട്, പുരുഷന്മാർക്ക് ഇന്റിമേറ്റ് വാഷ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ആദ്യമേ തൊട്ട് ഇതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞ കാരണം ഇന്നും എല്ലാവരുടെ വീട്ടിൽ പിങ്ക് കളറിലുള്ള ഇന്റിമേറ്റ് വാഷ് തന്നെയല്ലേ യൂസ് ചെയ്യണത്. മറ്റേതിലേക്ക് കിടന്നിട്ടുണ്ടോ? ഏത് മെൻസ് ഇന്റിമേറ്റ് വാഷിലേക്ക് കിടന്നിട്ടുണ്ടോ? അങ്ങനൊരു സംഭവം ഇറങ്ങിയത് തന്നെ പലരും അറിഞ്ഞിട്ടില്ല. മറ്റ് സ്ത്രീകളുടെ വിമൻ ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്ത് നമ്മൾ ശീലായി. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം പോരെ. ആർസിങ്ങാർക്ക് പ്രത്യേകിച്ചും പാർഷ്യാലിറ്റി കുറവാ അല്ലെ, സ്ത്രീ പുരുഷ നമുക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലും യാതൊരു തരത്തിലുള്ള പാർഷ്യാലിറ്റിയും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിമൻ ഇന്റിമേറ്റ് വാഷ് കൊണ്ട് വളരെയധികം ഹാപ്പിയാണ്. അപ്പൊ അങ്ങനെയല്ല, മെൻസ് ഇന്റിമേറ്റ് വാഷിൽ പ്രത്യേകമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സീബക്തോൺ എക്സ്ട്രാക്റ്റും അതേപോലെ തന്നെ ആലം എന്ന് പറയുന്ന ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് അത്യാവശ്യമാണ് പുരുഷന്മാർക്ക്. ഈ വീക്കം പോലെയുള്ള അസുഖങ്ങൾ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇതിനൊക്കെ എന്താ പറയുക, ഇൻഫെക്ഷനൊക്കെ വരുന്ന സമയത്ത് കഴുകാനായിട്ട് വെള്ളം കൊടുക്കേണ്ടത് ഈ ആലം കല്ല് നിങ്ങൾ ഷേവ് ചെയ്യുന്ന സമയത്ത് ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിട്ടിട്ടുള്ള വെള്ളമാണ് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുക, കഴുകാനായിട്ട് കൊടുക്കുക. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് സീബക്തോൺ എക്സ്ട്രാക്റ്റും അതേപോലെ ആലം. ഇൻഫെക്ഷൻസ് ഇല്ലാതിരിക്കാനും സ്കിൻ ഡ്രൈ ആവാനും, അതായത് നന്നായിട്ട് ക്ലീൻ ആവാനും ഹൈജീനിക് ആവാനും ചീത്ത ബാക്ടീരിയ ഇല്ലാതിരിക്കാനും അവിടെയുള്ള ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന കറുപ്പ് നിറമൊക്കെ നന്നായിട്ട് പതുക്കെ പതുക്കെ മാറി കിട്ടാനൊക്കെ സഹായിക്കും. ഇനി മെൻസ് ഇന്റിമേറ്റ് വാഷിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് ഇത് മാറ്റിയിട്ട് മെൻസ് ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്താലോ എന്ന് സ്ത്രീകൾക്കും വിചാരിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ആലം ഉള്ളതുകൊണ്ട് തന്നെ, കാര്യം നമ്മുടെ കയ്യിൽ ലാക്ടിക് ആസിഡും ലോട്ടസ് എക്സ്ട്രാക്ട് ഒക്കെ ഉണ്ട്, മിന്റ് ഉണ്ട്. എങ്കിലും ജസ്റ്റ് പെട്ടെന്ന് റിലീഫ് കിട്ടാനായിട്ട് നമുക്ക് മെൻസ് ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്യാം. എന്നാലും സ്ഥിരമായിട്ട് യൂസ് ചെയ്യരുത്, pH-ന് ഇംബാലൻസ് വരും. പുരുഷന്മാർക്ക് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ വിമൻ ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്തിട്ട് യാതൊരു പ്രശ്നമില്ലാത്തതെന്ന് അറിയോ? സോപ്പ് പോലെയുള്ള സംഭവങ്ങൾ ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്തിരുന്നതല്ല, എന്നിട്ട് നമ്മുടെ pH-ന് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ സുഖമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള ധാരണയിൽ നമ്മൾ ജീവിച്ചു വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പ്രോഡക്റ്റ് മാറിയാലും നമുക്ക് അത്ര പെട്ടെന്ന് വ്യത്യാസം വരാത്തത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് മെൻസ് ഇന്റിമേറ്റ് വാഷ്, പുരുഷന്മാര് മെൻസ് ഇന്റിമേറ്റ് വാഷും സ്ത്രീകള് വിമൻ ഇന്റിമേറ്റ് വാഷും യൂസ് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കണം. ഈ പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് 4 കാറ്റഗറിയുടെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഈ പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കുക, എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? എത്ര പേരുടെ ഉണ്ട് എന്ന് അറിയില്ല നമ്മുടെ പ്രോഡക്റ്റ് കാറ്റലോഗ്. ഈ പ്രോഡക്റ്റ് കാറ്റലോഗ് അത്യാവശ്യമാണ്. പ്രോഡക്റ്റ് കാറ്റലോഗ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ആളുകളിലേക്ക് പ്രോഡക്ട്സ് എത്തിക്കാൻ പറ്റുക. നോക്കിക്കോളൂ, വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്, എത്ര വെറൈറ്റി ഉണ്ട്, എത്ര പ്രോഡക്ട്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാറ്റലോഗ് കണ്ടാൽ അറിയാം. കാറ്റലോഗ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവേണ്ടതാണ്. നമ്മൾ ആരുടെ അടുത്ത് പോകുമ്പോഴും എല്ലാ പ്രോഡക്റ്റും ക്യാരി ചെയ്യാനായിട്ട് പറ്റിയില്ല എങ്കിലും നമുക്ക് പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കാം. ആൽബം കാണുന്ന സമയത്ത് ആളുകൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഇന്റിമേറ്റ് വാഷ്, മെൻസ് ഇന്റിമേറ്റ് വാഷ്. ഇതാണ്, കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് വിമൻ ഇന്റിമേറ്റ് വാഷ്. ആരെങ്കിലും പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇന്റിമേറ്റ് വാഷ് നമ്മുടെ പ്രൈവറ്റ് ഏരിയ നമുക്ക്
ഹൈജീനിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. അതേപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. ഓരോരോ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് തികയില്ല. ഹൈജീൻ കഴിഞ്ഞാൽ അടുത്തതാണ് ലോഞ്ചറി. ലോഞ്ചറി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഇന്നർ വെയേഴ്സ് ആണ്. സ്ത്രീകളുടെ ഇന്നർ വെയേഴ്സ് സ്ത്രീകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. ഇതിനെക്കുറിച്ച് എന്താ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, ഇന്ന് കേരളത്തിലൊക്കെ നമ്മൾ ഇന്നർ വെയേഴ്സ് വാങ്ങാനായിട്ട് പോകുമ്പോൾ, അതായത് ബ്രാ പാൻറ്റി ഒക്കെ വാങ്ങാനായിട്ട് പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നോക്കും സ്ത്രീകളാണോ എന്ന്. സ്ത്രീകളാണോ നോക്കിയിട്ടേ നമ്മൾ വാങ്ങാനായിട്ട് പോവുള്ളൂ, എന്നാലേ വാങ്ങിച്ചുകൊണ്ട് വരുള്ളൂ. അപ്പം കേരളത്തിലൊക്കെ ഇത് നടക്കും, സ്ത്രീകളെ ഉണ്ടാവുള്ളൂ. ഇത് തന്നെ പുറത്തു പോയാൽ, കേരളം വിട്ട് നമ്മൾ പുറത്തു പോയാൽ ബാംഗ്ലൂർ, ബോംബെ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ അവിടെ സ്ത്രീകളായിരിക്കില്ല, അവിടെ പുരുഷന്മാരായിരിക്കും. അപ്പൊ നമുക്ക് എന്താ അറിയില്ല, നമുക്ക് നമ്മുടെ സൈസും കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് ആകെ എന്തേ അറിയുള്ളൂ, ഇത്രയും കാലമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൈസ് മാത്രമേ അറിയുള്ളൂ. സൈസ് അറിയാത്തതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് നമ്മൾ തെറ്റായ സൈസ് എടുക്കുമ്പോൾ അവിടെ നിൽക്കുന്ന, ഇത് വിൽക്കാനായിട്ട് ഇരിക്കുന്ന ആണുങ്ങൾ എന്ത് പറയും, ഇങ്ങനെ നോക്കിയിട്ട് പറയാം, അല്ല 36C 34D എന്നൊക്കെ നമ്മളെ നോക്കിയിട്ട് പറയുമ്പോൾ വല്ലാത്തൊരു ഓക്വേർഡ് സിറ്റുവേഷനാണ്. കാരണം നമുക്ക് നമ്മുടെ സൈസോ നമുക്ക് നമ്മുടെ ശരീരം അറിയില്ല. ആ നോക്കി നിൽക്കുന്ന അവരാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ സൈസ് ഏതാണ് എന്നുള്ളത്. ഇനി ഇത് മാത്രമല്ല, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അറിയാം, ഇവിടെ സെയിൽ ചെയ്യാനൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ലോഞ്ചറി സെയിൽ ചെയ്യുന്ന KSO PUCക്കാരാണെങ്കിലും പുറമെ സെയിൽ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും സ്ത്രീകൾക്ക് ഇത് വിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, അവർ റൗണ്ട് സ്റ്റിച്ചാ യൂസ് ചെയ്യുന്നത്, കോട്ടണേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞ് ഇത്രയും കാലം കീസോൾ യൂസ് ചെയ്യാതെ ഇത്രയും കാലവും റൗണ്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിരുന്ന എല്ലാവർക്കും അറിയാം എന്താണ് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നതെന്ന്. സ്ത്രീകളായതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ശരീരം എങ്ങനെയാണ്, അതുകൊണ്ട് ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ, നമ്മൾ ഇതാണ് പഠിച്ചേക്കണേന്നൊന്നും യാതൊരു തരത്തിലുള്ള നിർബന്ധങ്ങളും ഇല്ല. സ്ത്രീകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുമില്ല. സംസാരിക്കാത്തതുകൊണ്ട് തന്നെയാണ് കീസോളിൽ ഏറ്റവും ആദ്യം ലോഞ്ച് ചെയ്തത് ഹൈജീനും ലോഞ്ചറിയാണ്, ബ്രാ പാൻറ്റീസും ആണ്. കാരണം ഇതിനെക്കുറിച്ച് സ്ത്രീകൾക്ക് സംസാരിക്കാൻ മടിയാണ്. നമ്മളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ ശരീരം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്, എന്തിനാണ് ഇത്രയധികം വെറൈറ്റീസ്. ഇപ്പൊ ഞാൻ കാറ്റലോഗില് ലോഞ്ചറിയുടെ വെറൈറ്റീസ് കണ്ടാൽ നിങ്ങൾ കണ്ണു തള്ളിപ്പോവും. ഇവിടെ സ്ത്രീകൾക്കാണ് പ്രാമുഖ്യം കേട്ടോ. നമ്മൾ വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഉള്ള ഒരു സെഗ്മെന്റും കൂടിയിട്ടാണ് കീസോൾ. എന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതിൽ പുരുഷന്മാർക്കുള്ള പ്രോഡക്ട്സ് ഇല്ല എന്നല്ല. ഇന്റിമേറ്റ് വാഷ് ഒക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞു, സ്ത്രീകൾക്കുള്ള പ്രോഡക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ. ഇതിനെക്കുറിച്ച് സ്ത്രീകൾ സംസാരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്നത്. പറഞ്ഞു വന്നത്, ലോഞ്ചറിയെ കുറിച്ച് സംസാരിക്കേണ്ടത് അത്യാവശ്യം. ഹൈജീനെ കുറിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നു എത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ ലോഞ്ചറിക്കും കൊടുക്കണം. പറയേണ്ട രീതിയിൽ സംസാരിക്കണം. അവരോട് ചെന്ന് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് പറയണം. കാരണം നമ്മൾ അനുഭവിച്ചിരുന്നവരാണ്, നമുക്കറിയാം എന്താണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതെന്ന്. ഈ ബുദ്ധിമുട്ടുകൾ, ടൈറ്റ് ആയിട്ടുള്ള ബ്രാ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് പെയിൻ നന്നായിട്ടുണ്ടാവും, പുറം വേദന നന്നായിട്ടുണ്ടാവും, സ്കിൻ ടിഷ്യൂസ് വളരെയധികം സോഫ്റ്റ് ആണ്, ബ്രസ്റ്റിലത്തെ ടിഷ്യൂസ് ഡാമേജ് ആവും, സ്കിൻ വല്ലാണ്ട് ചുളിയും. അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. നമുക്ക് സ്ഥിരമായിട്ടുള്ള ബ്രസ്റ്റ് പെയിൻ ഉണ്ടായി അവിടെ ലംസ് ക്രിയേറ്റ് ചെയ്യുക ഉണ്ടാവുക എന്നുള്ളത് ഇതിന്റെ ഒരു ഭാഗമാണ്. ഇനി പുറംവേദന സ്ഥിരമായിട്ട്, കഴുത്തുവേദനയും പുറംവേദനയും സ്ഥിരമായിട്ട് വന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ച് ഒരുപാട് ആന്റിബയോട്ടിക്സും മരുന്നൊക്കെ കഴിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കൃത്യമായിട്ടുള്ള കറക്റ്റ് സൈസിലുള്ള ബ്രാ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വന്നേന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. റിബ് കേജിൽ പെയിൻ ഉണ്ടാവുക, സ്ഥിരമായിട്ട് നമുക്ക് അൺകംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യുക. ഇനി പുരുഷന്മാരോട് പറയാനുള്ളത്, ഇതൊക്കെ ഞങ്ങൾ പഠിക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ആലോചിക്കും പുരുഷന്മാര് അല്ലെ. ഭാര്യമാര് സന്തോഷത്തിലല്ല എങ്കിൽ വീട്ടിൽ കയറി ചെല്ലാൻ നല്ല സുഖം ഉണ്ടാവുമോ? വീട്ടിൽ കയറി ചെല്ലാൻ തോന്നുമോ? ഫീൽഡിൽ തന്നെ നിന്നാൽ മതി, വീട്ടിൽ കയറി ചെല്ലണ്ടേ. ഈ മൂദേവിയുടെ മുഖം കാണാൻ വേണ്ടിയിട്ടല്ലേ? അതിലും ഭേദം ഫീൽഡിൽ നിൽക്കണതാ, ജോലി സ്ഥലത്ത് നിൽക്കണതാന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ കയറി ചെല്ലണമെങ്കിൽ അവരും സന്തോഷമായിട്ടിരിക്കണം. വീട്ടിലുള്ള സ്ത്രീ ഹാപ്പി ആണെങ്കിൽ, അവളുടെ മുഖത്ത് സ്ഥിരമായിട്ട് ചിരിയുണ്ടെങ്കിൽ ആ വീട് മുഴുവൻ അതേപോലെ തന്നെ പോസിറ്റീവ് എനർജിയിൽ നിൽക്കും. അല്ലെങ്കിൽ പിള്ളേരുടെ മുടി എനിക്ക് നിൽക്കും, നമ്മുടെ മുടി എനിക്കും. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ടിനുള്ള അവളുടെ മുഖം ചിരി ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണം ഇതാണ്. വൈകുന്നേരം ആവുമ്പോഴേക്കും ഉണ്ടാവുന്ന അൺകംഫർട്ടബിലിറ്റി വല്ലാണ്ടാണ്. പക്ഷെ സ്ത്രീകൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? അവർ പണ്ടത്തെ ആളുകൾ തൊട്ട് നമ്മൾ പഠിച്ചു വന്നേക്കണതാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. ഇനി നമ്മുടെ ബ്രാ പാൻറ്റീസ് 100% കോട്ടൺ ആണ്. ആളുകൾക്ക് കാണുമ്പോൾ തോന്നുന്നത് ബനിയൻ സ്റ്റഫാണ്, നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ലൈക്ര കോട്ടൺ ആണ് നമ്മുടെ ബ്രാസ് എല്ലാം. അപ്പം ലൈക്ര കോട്ടൺ ആയതുകൊണ്ട് തന്നെ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്, ശരീരത്തിന് നന്നായിട്ട് സ്കിൻ ഫ്രണ്ട്ലി ആണ്, ബ്രീത്തബിൾ ആണ്, നമുക്ക് നല്ലോണം യൂസ് ചെയ്യാനും. അതേപോലെ യാതൊരു തരത്തിലുള്ള, ഇപ്പൊ ചൂടുകാലായിരുന്നു അല്ലെ, കീസോളിന്റെ എന്താ പറയുക, ഇന്നർ വെയേഴ്സ്, ലോഞ്ചറീസ് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ജോലിയുടെ ഇടയിലാണെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ? ഉറങ്ങുമല്ല, ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്താ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് ചോദിച്ചതാണ് കേട്ടോ. എത്ര പെട്ടെന്നാ നോക്കുക, ഹാൻഡ് റൈസ് കൂടി വരുന്നു.
ഓക്കെ, ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസന്ന മാമിനെ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ, വീഡിയോ ഓൺ ആയിരിക്കണോണ്ടാണ്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ പ്രസന്ന മാം? സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. 103 പേര് ഓൾറെഡി ഹാൻഡ് റൈസ് ചെയ്തു. ആ ഹാൻഡ് റൈസ് ഇങ്ങനെ കൂടിയോണ്ടിരിക്കുന്നുണ്ട്. പ്രസന്ന മാമിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നല്ല ചൂടായിരുന്നു നമുക്ക് അല്ല ഇത്രയും നാളും? ചൂടായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഡ്രസ്സ് ഇട്ടുകൊണ്ട് എങ്ങനെയാ നടക്കണേന്ന് പോലും നമുക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. അതേപോലെയുള്ള ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇട്ടായിരുന്ന ബ്രാ കാരണം എന്തെങ്കിലും അൺകംഫർട്ടബിലിറ്റി ഫീൽ ചെയ്തായിരുന്നു? എന്തായിരുന്നു? കംഫർട്ടായിരുന്നു, നല്ല കംഫർട്ടായിരുന്നു. വല്ലാതെ വേർപ്പോ റാഷസോ അല്ലെങ്കിൽ പാടുകൾ വരെ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം യൂസ് ചെയ്തായിരുന്നു കീസോളിൽ വരുന്നതിന് മുമ്പ്, കീസോൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് യൂസ് ചെയ്തായിരുന്ന സമയത്ത് എന്തായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാഡം? എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ട്? കൂടുതൽ ടൈറ്റ് ആയിട്ട് തോന്നുക, ഒരു ഡിസ്കംഫർട്ട് തോന്നിയിരുന്നു. ഓക്കെ, യെസ്. താങ്ക് യു പ്രസന്ന മാം. ഞാൻ ജസ്റ്റ് ഇടയിൽ ഒരാളോട് ചോദിച്ചത്, നമ്മൾ ഇതിനേലും മുമ്പ്, ഇപ്പൊ ഞാൻ അടക്കമുള്ളവർ ഇതിനേലും മുമ്പ് യൂസ് ചെയ്തായിരുന്ന ഏതൊരു ബ്രാൻഡിനാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടായി. ഈ ഒരു ഇങ്ങനെ ഒരു ചൂട് നമുക്ക് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ സമയത്ത് അതായിരുന്നു ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് നമുക്ക് ഇത് സെയിൽ ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. കാരണം എല്ലാവർക്കും അറിയാം, ഇച്ചിങ് ഉണ്ടായിരുന്നു, റാഷസ് ഉണ്ടായിരുന്നു, സ്ഥിരമായിട്ട് ശരീരത്തിൽ പാടുകൾ ഉണ്ടായിരുന്നു. ഈ പാടുകൾ മാറാൻ നമ്മൾ ഈ പാടുകളായിട്ട് പോലും കണ്ടിട്ടില്ല സ്ത്രീകൾ. കാരണം ഇത് എല്ലാവർക്കും ഉള്ളതായിരിക്കും. എനിക്കുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ട്. കാരണം നമ്മൾ ഇതൊന്നും സംസാരിക്കില്ല. സ്ത്രീകൾ സംസാരിക്കാറുണ്ടോ എപ്പോഴെങ്കിലും പീരീഡ്സിനെ കുറിച്ചോ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്നർ വെയർസിനെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും ആരും സംസാരിക്കില്ല. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ ആരും സംസാരിക്കില്ല. അതായത് സീരിയലിന്റെ കഥ എന്തെങ്കിലുമൊക്കെ പറയാൻ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സംസാരിക്കാറില്ല. അതുകൊണ്ട് എനിക്കുള്ള ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് ഉണ്ടോന്നോ അല്ലെങ്കിൽ എന്നെ പോലെ തന്നെയാണ് എല്ലാവരും എന്നോ, നമ്മുടെ ഉള്ളിലുള്ള ധാരണ എന്താണ് അതും വെച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമയത്ത് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനും പറഞ്ഞു കൊടുക്കാനും ആളുകളിലേക്ക് അവയർനെസ് എത്തിക്കാനും എളുപ്പമാണ്. അപ്പൊ കീസോളിന്റെ ലോഞ്ചറിയും അത്യാവശ്യമാണ്. നമ്മൾ 100% കോട്ടൺ ആണ് നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം. കോട്ടൺ ആണെന്ന് മാത്രമല്ല, ഓരോ തരത്തിലുള്ള ഷൻല മാം എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണോ വീണ്ടും വീണ്ടും ഹാൻഡ് റൈസ് ചെയ്യുന്നത്? ലോഞ്ചറിയെ കുറിച്ച് പറയാനാണോ? അല്ല മാം, ലോഞ്ചറീസ് പറയാനുണ്ട്. എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഇന്നർവേസ് ആണ് പോകുന്നത് നമ്മളെ കോസ്മെറ്റിക്സിനേക്കാളും. കാരണം അത് ലേഡീസിനാണല്ലോ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഏത് ബ്രാൻഡ് ഉപയോഗിച്ചാലും നമുക്ക് വീട്ടിലെത്തിയ ഉടനെ അത് അഴിച്ചു മാറ്റാനുള്ള ഒരു ഫീൽ ഉണ്ടാവല്. പക്ഷെ ഇത് നമുക്ക് അറിയ പോലും ഇല്ല. അതാണ് സത്യം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി സ്ത്രീകൾക്ക്, പുരുഷന്മാരും, അതായത് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വിട്ടു കഴിഞ്ഞാൽ പുരുഷന്മാരും സെയിൽ ചെയ്യുന്നതാണ്, പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആവാത്തോണ്ട്, അവിടം വരെ എത്താത്തോണ്ടാണ് ആളുകൾക്ക് കംഫർട്ടബിലിറ്റി. സ്റ്റിൽ നമ്മുടെ ഇവിടെ സെഷൻസിലൊക്കെ പുരുഷന്മാരും അല്ലെങ്കിൽ ലീഡേഴ്സും നന്നായിട്ട് സംസാരിക്കുന്നതാണ്, പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അത്യാവശ്യമാണ്. സ്ത്രീകൾക്ക് ഏറ്റവും ആദ്യത്തെ ആവശ്യം എന്താണെന്നറിയോ? അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, നിങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാലേ അവർക്ക് അറിയുള്ളൂ എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത്. അത്രയും ബുദ്ധിമുട്ടിലാണ് സ്ത്രീകൾ ജീവിക്കുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ ദിവസവും കടന്നു പോകാനായിട്ട് നമുക്ക് ഒരു ബ്രാൻഡ് മാറ്റിയാൽ മാത്രം മതി. ഇതാണ് ലോഞ്ചറി. ഇനി പാൻറ്റീസിൽ തന്നെ നമുക്ക് വെറൈറ്റീസ് ഉണ്ട്. വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇലാസ്റ്റിക്കിൽ വെറൈറ്റീസ് ഉണ്ട്. ഇന്നർ ഇലാസ്റ്റിക്, ഔട്ടർ ഇലാസ്റ്റിക്, സാൻഡ്വിച്ച് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. ഇതിന്റെ കൂടെ തന്നെ പ്രീമിയം പാൻറ്റീസ് ഉണ്ട്. പലരും പ്രീമിയം പാൻറ്റീസിലേക്ക് കടക്കില്ലേ, വില കൂടുതലല്ലേ, നമുക്ക് സാധാരണ മതി, നമ്മൾ ഇതൊന്നും യൂസ് ചെയ്യേണ്ട ആൾക്കാരല്ല. ഇനി പാഡിൽ ഏതാ ഉപയോഗിക്കുക ഏറ്റവും കൂടുതൽ? റെഗുലർ പാഡുകൾ. കാരണം മറ്റേതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പാക്കറ്റ് പാഡ് മേടിച്ചു വെച്ചാൽ 6 മാസം നമുക്ക് ഉപയോഗിക്കാം. ഒരിക്കലെങ്കിലും ഉപയോഗിക്കണം മാനുവൽ സ്ട്രിപ്പുള്ള സാനിറ്ററി നാപ്കിൻ. പ്രായം ഏതാണെങ്കിലും, എത്രത്തോളം നമുക്ക് ഫ്ലോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. കാരണം ശരീരത്തില് ആ ബ്ലഡ് ഫ്ലോ നന്നായിട്ട് മൈക്രോ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ പീരീഡ്സ് ആവാനായിട്ടും നമുക്ക് കൃത്യസമയത്ത് മെനോപോസ് ഒക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ ശരീരം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം നല്ലതാണ്. ന്യൂട്രിചാർജ് വുമൺ നമ്മൾ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആനുവൽ സ്ട്രിപ്പുള്ള സാനിറ്ററി നാപ്കിൻ മാസത്തിൽ ഒരിക്കലെങ്കിലും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി പാൻറ്റീസിൽ, പ്രീമിയം പാൻറ്റീസിലേക്ക് കിടക്കില്ലേ, നമ്മൾ നോർമൽ പാൻറ്റീസ് ഉപയോഗിക്കുള്ളൂ. നമ്മൾ എല്ലാവരും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് കാശ് ചെലവാക്കുന്നവരെ, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിൽ ഇത്രയും കാശൊന്നും നമ്മൾ ചെലവാക്കാറില്ല. ആ കാശ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചുരിദാറോ കുർത്തിയോ സാരിയോ ഒക്കെ വാങ്ങാനായിട്ട് പറ്റും. അതുകൊണ്ട് അതിലേക്ക് കിടക്കില്ല. അപ്പൊ പ്രീമിയം പാൻറ്റീസ് എന്തിനാണ്? പക്ക ലൈക്ര മെറ്റീരിയലാണ് പ്രീമിയം പാൻറ്റീസ്. 4 പുറത്തേക്ക് 4 ഭാഗത്തേക്കും സ്ട്രെച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ് പ്രീമിയം പാൻറ്റീസ് എന്ന് പറഞ്ഞാൽ. ഒരു പാൻറ്റീസ് ആയിട്ട് നമുക്ക് പാക്കറ്റിലായിട്ട് കിട്ടുന്നതാണ്.
ഈ പ്രീമിയം പാൻറ്റീസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? 4 ഭാഗത്തേക്ക് സ്ട്രെച്ച് ചെയ്യണോണ്ട് സ്ത്രീകൾക്ക് അറിയാം, നമ്മൾ ഇരുന്നിട്ട് എണീക്കുന്ന സമയത്ത് ഡ്രസ്സ് അകത്ത് കയറിയിരിക്കും അല്ലെ, വലിയ ബുദ്ധിമുട്ട്. പുറമേ ഉള്ള ഡ്രസ്സ് പിന്നെയും ശരിയാക്കി ഇടാം, ഉള്ളിൽ കയറിയേക്കുന്നത് ഒരു രക്ഷയില്ല. ഡാൻസ് കളിക്കുക എന്നല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അച്ചടക്കോ ഒതുക്കോ നമ്മുടെ ഒരു ജീവിത രീതി അതിന് സമ്മതിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മെറ്റീരിയലാണ് നമ്മുടെ പ്രീമിയം പാൻറ്റീസ്, ലൈക്ര മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് 4 ഭാഗത്തേക്കും സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് ഇത് നമ്മുടെ സൈസിനനുസരിച്ച് എടുക്കണം. കാണുമ്പോൾ ചെറുതാന്ന് തോന്നും, പക്ഷെ നമ്മുടെ ഏതാണോ സൈസ്, 90 ആണോ 95 ആണോ 100 ആണോ ഏതാണോ സൈസ്, അതനുസരിച്ച് അത് കൃത്യമായിട്ട് എടുക്കുക. ഭംഗിയായിട്ട് നമ്മുടെ ശരീരത്തിൽ ചേർന്ന് കിടക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും ചെന്ന് ഇരിക്കാം, എണീക്കാം, യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം, എന്നാലേ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാലേ നമ്മുടെ കയ്യിൽ ഇത് മുഴുവൻ എന്തുണ്ടാവുള്ളൂ? നോട്ട്സ് ഉണ്ടാവുള്ളൂ. യെസ്. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്, സ്കിൻ കെയറും ഹെയർ കെയർ. സ്കിൻ കെയർ അത്യാവശ്യമാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അത്യാവശ്യമാണ്. ഭംഗി എന്നുള്ളത്, സൗന്ദര്യം എന്നുള്ളതും പ്രായം എന്നുള്ളതും എല്ലാവരും നോക്കുന്ന കാര്യമാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു 60, 65, 80 ഒക്കെ തോന്നും എന്ന് കേൾക്കണേക്കാളും ഇത്ര പ്രായം ഒന്നും കണ്ടാ തോന്നില്ലല്ലോ എന്ന് പറയുന്നത് കേൾക്കുന്നതാണ് നമുക്ക് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ അത്യാവശ്യമാണ്. ഇത് മാത്രമല്ല, നമ്മൾ എപ്പോഴും വയറിന്റെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ അല്ലെ, കഴിക്കുന്നതും ഇങ്ങോട്ട് കിട്ടുക, എങ്ങനെ കഴിക്കുക, വയറെങ്ങനെ ഇരിക്കണം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ അതിലായിരുന്നു ശ്രദ്ധ. ന്യൂട്രിചാർജ് ഒക്കെ വന്നേ പിന്നെയാണ് അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നതും നമ്മൾ കുറച്ച് ഡയറ്റിലൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയതും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്കിൻ. അപ്പൊ കഴിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ ന്യൂട്രിചാർജ് എടുക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ 30% നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിനും ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം ഇങ്ങനെയല്ലേ നടന്നായിരുന്നു, ഇങ്ങനെ തന്നെ നടന്നാൽ പോരെ, എന്തിനാ ഇതിൽ പുട്ടിയോ കടിച്ച് കയറ്റണേന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ സ്കിന്നിന് വേണ്ട ഭക്ഷണം കൊടുത്താലേ സ്കിന്നിൽ ആ ഗ്ലോ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് സ്കിൻ കെയർ അത്യാവശ്യമാണ്. നമുക്കുള്ളത് വ്യോമിനി റേഞ്ച് ആണ്. മുരിങ്ങയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. മുരിങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നതാണ്. നമ്മുടെ സ്കിന്നിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരുപാട് എന്താ പറയാ, പേരെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല. B1, B2, B3 പോലെയുള്ള നിരന്ന് നടന്നിരിക്കുന്ന വൈറ്റമിൻസ് ധാരാളമുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മുരിങ്ങ. അത് മാത്രമല്ല വേറെ ഇൻഗ്രീഡിയൻസും ഉണ്ട്. ഫേഷ്യൽ കിറ്റ് പോലെയുള്ള പ്രോഡക്ട്സ് നമുക്ക് വ്യോമിനിയിലുണ്ട്. ഇനി ഹെയർ കെയറിലേക്ക് കടന്നാൽ, ഹെയറിന്, മുടിക്ക് നമുക്ക് താഴേനെ തൊട്ട് എന്ത് വേണം? നന്നായിട്ട് ഗ്രോത്ത് വേണം. ഇപ്പൊ പുതിയത് വന്നിരിക്കുന്ന നമുക്ക് പ്രോഡക്റ്റ് ആണ് ഹെയർ സിറം. എത്ര പേര് യൂസ് ചെയ്തു എന്നറിയില്ല. കുറെ പേര് യൂസ് ചെയ്ത് റിസൾട്ട് ഒക്കെ കിട്ടിയിട്ട് സ്റ്റക്കായി നിൽക്കുക. ഇനി പ്രോഡക്റ്റ് കിട്ടിയിട്ട് വേണം, അതുവരെ നിർത്തി വെച്ചേക്കുകയാണ്. അപ്പൊ എന്തായാലും 1 മാസം യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായി. ബാബു സാറിന്റെ മുഖത്ത് വല്ലാത്ത വിഷമം, ഇനി അടുത്തത് കിട്ടിയിട്ട് വേണം ഇനി വീണ്ടും യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോ വലിയ പരീക്ഷണങ്ങളിലാണ് നമ്മൾ. സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിരികത്തിൽ ഉപയോഗിക്കുന്നു, താടിയിൽ ഉപയോഗിക്കുന്നു, മുടി തലയിൽ ഉപയോഗിക്കുന്നു, എങ്ങനെയൊക്കെ ആണെങ്കിലും റിസൾട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട്. കാരണം പുതിയ കണ്ടുപിടിച്ച ടെക്നോളജി പ്രകാരമാണ് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സവാളയൊക്കെ, ഒണിയനൊക്കെ നമ്മൾ അരച്ച തലയിൽ തേക്കലുണ്ട്. എന്താ അതിന്റെ ഗുണം എന്നൊന്നും അറിയില്ല. യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കാണുമ്പോൾ നമ്മൾ എടുത്ത് തേക്കുന്നതാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പോരാത്തതിന് ഈ ഇലായ റിനോവ, ആനഗെയിൻ പോലെയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് പേര് കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല എന്താണ്. ഇന്നത്തെ ടെക്നോളജിയാണ് 90% കൂടുതൽ, അല്ലെങ്കിൽ 100% ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്ന ഒരു ടെക്നോളജിയാണത്. ജസ്റ്റ് അതിലത്തെ ഇൻഗ്രീഡിയൻസ് വെച്ച് കഴിഞ്ഞിട്ട് ഗൂഗിൾ ചേച്ചിയോട് ചോദിക്കുന്ന ശീലമുള്ള ആളുകൾ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കുക എന്താണ് ഈ ഇലായ റിനോവ എന്നൊക്കെ. ഇനി ബയോളജി, സയൻസ് ഒക്കെ പഠിച്ചേക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് കിട്ടും. എനിക്കറിയായിരുന്നു, പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഹെയർ സിറം കിട്ടാനില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് അറിയോ? ബൾക്കായിട്ട് പ്രോഡക്ട്സ് വരും, പേടിക്കണ്ട, ഇനി എന്തായാലും പ്രോഡക്റ്റ് നന്നായിട്ട് ഉണ്ടാവും എന്ന് വാക്ക് എനിക്ക് തന്നായിരുന്നു. അവിടുന്ന് ഡെവലപ്പ് ചെയ്യണോടത്തുനിന്ന് ബൾക്കായിട്ട് പ്രോഡക്റ്റ് വന്നു, അവരും ഞെട്ടി. ബൾക്കായിട്ട് പ്രോഡക്റ്റ് വന്നിട്ടും ആൾക്കാർ കണ്ട പാതി കാണാത്ത പാതി ഇത് 100, 200 വെച്ച് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്തേക്കാണ്. കാരണം ആദ്യത്തെ പ്രാവശ്യത്തെ യൂസിൽ തന്നെ ഉണ്ടായ റിസൾട്ട് ഞെട്ടിപ്പിക്കുന്നതാണ്. 90 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കും, രാവിലെയും വൈകിട്ട് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ ഫോട്ടോസ് ഇട്ട് തുടങ്ങി, ബിഫോർ ആഫ്റ്റർ എന്താണ് വ്യത്യാസം ഉണ്ടായെന്നുള്ളത്. ഇവിടെ നിന്നും ഹെയർ വരാത്ത ആളുകൾക്ക് ബേബി ഹെയർസ് ഉണ്ടായി തുടങ്ങി, ബേബി ഹെയർസ് നീണ്ടു തുടങ്ങി, മുടിക്ക് നന്നായിട്ട് നീട്ടം വെച്ച് തുടങ്ങി. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടായി. ഇനിയും യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ, അയ്യോ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല, ഞാൻ 5 എണ്ണം വാങ്ങിയായിരുന്നു, 5ഉം സെയിലായി പോയി എന്ന് പറയുന്ന ആൾക്കാർ. സെയിലായി, നാട്ടുകാർക്കൊക്കെ ഹെയർ ഉണ്ടാവും, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അവർക്ക് ഹെയർ ഉണ്ടായിട്ടേ തലയിൽ തേക്കാമോ അതോ മുടിയിൽ മാത്രമോ? മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി വളരും? വീണ്ടും ചോദിക്കുന്നു, മുടിക്ക് ജീവനുണ്ടോ?
ഹെയർ സിറം ആണ്. എനിക്കറിയാം ഈ ചോദ്യത്തിനുള്ള കാരണം എന്താണ്. നമുക്ക് മാർക്കറ്റിൽ ഹെയർ സിറം എന്ന് പറഞ്ഞ് കിട്ടുമ്പോൾ ഹെയറിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഹെയർ ഗ്രോത്ത് സിറമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യുന്നത്. മുടിയിൽ അപ്ലൈ ചെയ്യാം, ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ബ്ലോ ഡ്രയറോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നറോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ല എങ്കിൽ 2 നേരം സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. നന്നായിട്ട് മുടി വളരും എന്ന് വിചാരിച്ചിട്ട് പകുതി ഹാഫ് ബോട്ടിൽ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ കമത്തരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. 4-5 തുള്ളി അല്ലെങ്കിൽ നമ്മുടെ തലയുടെ വലിപ്പം അനുസരിച്ച് മുടി അനുസരിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. 2 നേരമാണ് തേക്കേണ്ടത്. PUC-യിൽ കിട്ടാനില്ല, അതിനുള്ള മാർഗവും കൂടിയിട്ട് ഇപ്പൊ പറയാം. അതായത് ഓൺലൈൻ അവൈലബിൾ ആയിട്ടുണ്ട്, അവൈലബിൾ ആയിരുന്നു, വീണ്ടും അത് സ്റ്റോക്കിൽ വരും, പേടിക്കാനൊന്നുമില്ല, 2 ദിവസത്തിനുള്ളിൽ വരും. ഓർഡർ ചെയ്തവർക്ക് പെട്ടെന്ന് കിട്ടി തുടങ്ങും. ഇനി കുറെ പേർക്ക് ഇതേപോലെയുള്ള പ്രോഡക്ട്സ് ഒരുപാട് വന്നു അല്ലെ. നമുക്ക് കോസ്മെറ്റിക്സ് ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പരസ്യങ്ങൾ കണ്ടും റീൽസ് കണ്ടും ഓരോരുത്തർ പറഞ്ഞ് വിശ്വസിച്ചൊക്കെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കുന്നവരുണ്ട്, നോക്കാത്തവരുണ്ട്. ഇൻഗ്രീഡിയൻസിൽ ഇന്നതുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കി വരുമ്പോൾ ആ ഇൻഗ്രീഡിയൻസിന്റെ 0.5% പോലും അതിലുണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ രസം. അതായത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവര് വലിയ 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 വാക്കുകളിൽ എഴുതി വെക്കും, ഈ ഇതിൽ വൈറ്റമിൻ സി ഉണ്ട്, നമ്മൾ നോക്കുമ്പോൾ അതൊന്നും കാണില്ല അതിൽ. അപ്പൊ ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് തരം പ്രോഡക്ട്സും കോസ്മെറ്റിക്സും വരുന്നുണ്ട്. യൂസ് ചെയ്ത് വരുമ്പോൾ ഇനിയുള്ള കുട്ടികളെ കണ്ടാലായിട്ട് ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എന്ത് തോന്നും, 10-60 വയസ്സിന്റെ ഒരു പോളച്ചയൊക്കെ തോന്നും. കാരണം അത്രയും പ്രായം തോന്നിക്കുക, അതേപോലെയുള്ള പ്രോഡക്ട്സ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കീസോളിന്റെ കോസ്മെറ്റിക്സിനുള്ള പ്രത്യേകത എന്താ, ഏതൊരു പ്രോഡക്ട്സും പാരബൻ ഫ്രീ ആണ്, അതായത് ഹാർംഫുൾ കെമിക്കൽസ് ഇല്ല. സൾഫേറ്റ് ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ് ഒരുപാട് പ്രോഡക്ട്സും. ക്രൂവൽറ്റി ഫ്രീ ആണ്. ക്രൂവൽറ്റി ഫ്രീ എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും ടെസ്റ്റ് ചെയ്യാനായിക്കോട്ടെ, അതേപോലെ തന്നെ ഇതിൽ ചേർക്കാനായിക്കോട്ടെ മൃഗങ്ങളെ യാതൊരു തരത്തിലും, മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളോ മൃഗങ്ങളുടെ യാതൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ടെസ്റ്റ് ചെയ്യാൻ പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോ ഇത്രയും പ്രോഡക്ട്സ് ആണ് നമ്മുടെ കയ്യിലുള്ള, ധൈര്യമായിട്ട് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഇനി എത്തിക്കുക മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യും കൂടിയാണ് ചെയ്യുന്നത്. ഇനി ഈ പ്രോഡക്ട്സ് കിട്ടാനായിട്ട് എന്താ മാർഗം? PUC-യിൽ പോകാൻ പറ്റുന്നില്ല, നമ്മൾ വീട്ടിലിരിക്കുകയാണ്, അടുത്തുള്ള PUC-യിൽ ഈ പ്രോഡക്ട്സ് ഇല്ല, എങ്ങനെ നമുക്ക് കിട്ടും? അതിനുള്ള മാർഗമാണ് നമുക്ക് ഓൺലൈൻ നമുക്ക് ഓർഡർ ചെയ്യാം. നമ്മുടെ ആപ്പ് RCMന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എവിടെ പോയിട്ട്? നമ്മുടെ ഗൂഗിൾ പ്ലേയിൽ പോയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ iOS-ലും അവൈലബിൾ ആണ്, ഐഫോണിലും അവൈലബിൾ ആണ്. RCMന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അതിന്റെ വീഡിയോ കാണിക്കാം. യെസ്, ഇതേപോലെ RCM ഒഫീഷ്യൽ ആപ്പ് നിങ്ങൾക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക. RCM ഏതൊരു അസോസിയേറ്റ് ബയറിലും വീട്ടിലിരുന്നുകൊണ്ട് ആപ്പ് വഴി എങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ യെസ്, ഇനി ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ RCM ID-യും നിങ്ങളുടെ പാസ്വേഡും വെച്ച് കഴിഞ്ഞിട്ട് അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിൻകോഡ് എൻട്രി ചെയ്യാനായിട്ട് വരും. ആ പിൻകോഡ് എൻട്രി ചെയ്യാനായിട്ട് പറയുമ്പോൾ നിങ്ങളുടെ പിൻകോഡ് എവിടെയാണോ, നിങ്ങളുടെ സ്ഥലം എവിടെയാണോ അവിടെ പിൻകോഡ് എൻറ്റർ ചെയ്യാം. പിൻകോഡ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ ആപ്പ് ഗൂഗിൾ പ്ലേ വഴി ഡൗൺലോഡ് ചെയ്യാം. ഓപ്പൺ ആയിട്ട് വരുമ്പോൾ RCM ID പാസ്വേഡ് വെച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡെലിവേർഡ് ടു എന്ന് കാണിക്കുന്നിടത്ത് പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ ബ്രാൻഡ്സ് കാണിക്കും നമ്മുടെ RCM-ലുള്ളത്, അതിൽ ഏതെങ്കിലും ബ്രാൻഡ് ചൂസ് ചെയ്യാം. കീസോൾ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ കീസോൾ പ്രോഡക്ട്സ് ഡിസ്പ്ലേ ആവും. അല്ല എങ്കിൽ സെർച്ചിൽ പോയി കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്താണോ അത് താഴെ ഡിസ്പ്ലേ ആവും. ഡെയിലി എന്ന് സെർച്ച് ചെയ്താൽ ഡെയിലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് വരും. എനിക്ക് വേണ്ടത് ഡെയിലി ഗ്ലോ ഫേസ് സിറം ആണ്, അത് കാണിച്ചു. അത് ഡിസ്പ്ലേ ആയി വന്നാൽ എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും ക്വാണ്ടിറ്റി അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗോ ടു കാർട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഗോ ടു കാർട്ടിൽ പോയിട്ട് നന്നായിട്ട് ചെക്ക് ചെയ്യുക നമ്മൾ ഓർഡർ ചെയ്ത് കൃത്യമാണോ എന്ന് ചെക്ക്. യെസ്, സ്പീഡിൽ പോയ കാരണം എന്തൊക്കെയോ ജഗപൊകാന്ന് കേട്ട പോലെ തോന്നിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ അവൈലബിൾ ആണോ എന്ന് അറിയാനാണ് പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏത് പ്രോഡക്റ്റ് ആണോ നമുക്ക് വേണ്ടത് അവിടെ സെർച്ച് ബട്ടൺ കാണിക്കും മുകളിലൊരു ലെൻസ് പോലെ. ആ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് കാണാം. ഇനി അത് തപ്പാൻ അറിയില്ലെങ്കിൽ താഴെ എല്ലാ ബ്രാൻഡ്സും ഡിസ്പ്ലേഡ് ആണ്. ഏത് ബ്രാൻഡ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, കീസോൾ ആണോ, ഗുഡ് ഡോട്ട് ആണോ, ന്യൂട്രിചാർജ് ആണോ, ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് പ്രോഡക്റ്റ് നമുക്ക് വേണ്ടത് നോക്കിയെടുത്ത് ആ പ്രോഡക്റ്റ് എത്ര എണ്ണം വേണം, ക്വാണ്ടിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്, എത്ര എണ്ണം വേണം, കുറവ് വേണം, കൂടുതൽ വേണം, ക്വാണ്ടിറ്റി കൊടുക്കുക. ക്വാണ്ടിറ്റി കൊടുത്ത് നമുക്ക് വേണ്ട പ്രോഡക്ട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആയി വന്നാൽ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു കാർട്ട് കാണാം. ഈ കാർട്ടിൽ നിങ്ങളുടെ എന്തുണ്ടാവും, പ്രോഡക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്ത പ്രോഡക്ട്സ് എല്ലാം ഇവിടെ കാണിക്കും. ഈ കാർട്ടിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്ട്സ് ഏതൊക്കെയാണോ നിങ്ങൾ സെലക്ട് ചെയ്തത് അത് മുഴുവൻ അവിടെ കാണാനായിട്ട് പറ്റും. അത് കണ്ട് നമ്മൾ ഉറപ്പ് വരുത്തി, അതായത് ഇതാണ് നമുക്ക് വേണ്ടതെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, അഡ്രസ്സ് കൊടുക്കണം. അഡ്രസ്സ് കൊടുക്കാനായിട്ട് അഡ്രസ്സ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം,
നമുക്ക് ക്യാഷിലേക്ക് ഓൺലൈൻ ആണോ അതോ ക്യാഷ് ഓൺ ഡെലിവറി ആണോ ഏതാണെന്ന് അവർ ചോദിക്കും. 500 രൂപയ്ക്ക് മുകളിൽ ചെയ്താലാണ് നമുക്ക് വീട്ടിലേക്ക് പ്രോഡക്ട്സ് വരിക. 500 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഒരു ഡെലിവറി ചാർജ് വരും. 1000 രൂപയുടെ മുകളിൽ 1000 രൂപയുടെലും കൂടുതൽ നമ്മൾ പ്രോഡക്ട്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ചാർജ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് ഡെലിവറി വീട്ടിലേക്ക് എത്തും. നിങ്ങൾക്ക് വരുന്നത് എങ്ങനെയാണ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈൻ പേയ്മെന്റ് എല്ലാവർക്കും അറിയാം, നമുക്ക് ഗൂഗിൾ പേ വഴിയോ ഏതാണോ എന്താ പറയുക ഫോൺ പേ വഴിയോ ഒക്കെ നമുക്ക് പേയ്മെന്റ് ചെയ്യാം. അതല്ലാത്തവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പ്രോഡക്ട്സ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആ സമയത്ത് ക്യാഷ് കൊടുത്താൽ മതിയാവും. ഇനി ഇത് വരുന്നതും ട്രാക്ക് ചെയ്യാം നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുന്നത് വഴി. അവിടെ ഫോൺ നമ്പർ കൊടുത്തേക്കുന്ന കാരണം എല്ലാ കൃത്യമായിട്ടുള്ള മെസ്സേജസ് ഇന്ന സമയത്ത് എത്തി, ഷിപ്പ് ചെയ്തു, അത് പ്രോഡക്റ്റ് വരുന്നുണ്ട്, ഇന്ന സമയത്ത് എത്തും എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ PUC KSOക്കാർക്ക് മാത്രമല്ല, വീട്ടിലിരുന്നുകൊണ്ട് നമുക്കും എന്ത് ചെയ്യാം, എവിടെയുള്ളവർക്കും നമുക്ക് ഓർഡർ ചെയ്യാം. കേരളത്തിൽ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഡിസ്ട്രിക്ട്സിലും അവൈലബിൾ ആണ്, ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ്, നമുക്ക് സുഖമായിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്യാം. ഇനി സംശയം, എനിക്ക് മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരാൾക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് അല്ലെ? അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് പറയുന്നത് വഴി മോഹൻദാസ് സാർ എന്നോട് ചോദിക്കുകയാണ്, എനിക്കും വേണം ഹെയർ സിറം. അപ്പൊ എനിക്ക് ഐഡിയ ഒന്നുമില്ല, എനിക്കിത് വേണം എന്നുണ്ട്, യൂസ് ചെയ്യണം എന്നുണ്ട്, എന്ത് ചെയ്യും? അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഓർഡർ ചെയ്യാണ്. ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ 2 ഹെയർ സിറം അല്ലെങ്കിൽ ഒരു ഹെയർ സിറം ഒരു ഫേസ് സിറം കൂടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തു. ഞാൻ പിൻ കോഡ് മോഹൻദാസ് സാറിന്റെ കൊടുത്തു, അഡ്രസ് മോഹൻദാസ് സാറിന്റെ കൊടുത്തു. ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മോഹൻദാസ് സാറിന് ഇത് അയച്ചു കൊടുക്കുകയാണ്. മോഹൻദാസ് സാറിന് അവിടെ പേ ചെയ്യാം. അപ്പൊ എനിക്ക് എത്തിക്കാനും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഇനി പ്രോഡക്ട്സ് നോക്കണമെങ്കിൽ മോഹൻദാസ് സാറിന് RCMന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഏതൊക്കെ പ്രോഡക്റ്റ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ നമ്മളോട് പറഞ്ഞാൽ നമുക്കത് ഓർഡർ ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും. അപ്പോൾ സുഖമായിട്ട് വീട്ടിലിരുന്നുകൊണ്ട്, മഴക്കാലമാണ്, പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല, അതൊരു എക്സ്ക്യൂസ് അല്ല. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഫോൺ നന്നായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, സോഷ്യൽ മീഡിയ യൂട്ടിലൈസ് ചെയ്യാം, നമുക്ക് പ്രോഡക്ട്സ് ഓർഡർ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വരുത്താം, നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാം. എങ്ങനെയാണെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും നമുക്കുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്ന് മാത്രമാണ്. ചിരിക്കാൻ മറക്കരുത്. പക്ഷെ മുഖം ഇങ്ങനെ വീർപ്പിച്ച് പിടിച്ചേക്കുക, പണികളുടെ ഇടയിലാന്ന് തോന്നുന്നത്, അതായിരിക്കും ഇത്രയും സീരിയസ് ആയിട്ട്. അതോ സീരിയസ് ആയിട്ട് കേട്ട് എഴുതിക്കൊണ്ടിരിക്കണ കാരണമാണോ എന്നറിയില്ല. നര മാറുവാൻ ഒരു സൊല്യൂഷൻ പ്രതീക്ഷിക്കാമോ? സൊല്യൂഷൻ നമ്മളായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അല്ലാതെ നോക്കുന്നുണ്ട്, ഈ ഹെന്ന പോലെയുള്ള പൗഡറൊക്കെ പതുക്കെ പതുക്കെ വരുമായിരിക്കും. സ്റ്റിൽ നമുക്ക് കെമിക്കൽ ഇല്ലാതെ ഹെയർ ഡൈ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. പല തരത്തിൽ നോക്കി ഹെയർ ഡൈക്ക് വലിയ പാടാണ്, എന്തില്ലാതെ, കെമിക്കൽ ഇല്ലാതെ. അപ്പൊ അതുകൊണ്ട് അതിലേക്കുള്ളത് എങ്ങനെയാണ് ഇനിയിപ്പോ ഭാവിയിൽ ഇതേപോലത്തെ പല വിദ്യകളും ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം എന്തില്ല, നമുക്ക് ഹെയർ ഡൈക്ക് മസ്കാര യൂസ് ചെയ്യാന്നല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. അപ്പോൾ അവിടം വരെ എത്താതിരിക്കാനായിട്ട്, അകാലം വരെ വരാതിരിക്കാനായിട്ട് ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പൊ ഹെയർ സെറം ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്നതായിക്കോട്ടെ. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ മസ്കാരയ്ക്കൊക്കെ നല്ല ചെലവാണ് നമ്മുടെ നാട്ടിലും. കാരണം മലയാളികളെ സംബന്ധിച്ച് മുടി മാത്രമല്ല, മീശയും താടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ മസ്കാര ഒരു ചെപ്പ് കുപ്പി മേടിക്കുമ്പോഴേക്കും രാവിലെ പോകുമ്പോഴേ എന്താണെന്നുള്ളത് മനസ്സിലായില്ല. എന്താ മസ്കാര? ആക്ച്വലി കൺപീലിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇത് ആദ്യമേ യൂസ് ചെയ്ത് പോയത്. TCG ഒരു പ്രാവശ്യം ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ആരോ പറഞ്ഞു, സർ ഇതിനും യൂസ് ചെയ്യാന്ന്. TCG ഭയങ്കര ശരിയായിരുന്നു. അപ്പോഴാണ് കുറെ പേർക്ക് ഐഡിയ കിട്ടിയതോ ഇങ്ങനെ ഉപയോഗിക്കാന്ന്. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ ആദ്യമേ ഇത് മസ്കാര വന്നു തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് പിടികിട്ടിയ ഒരു സംഭവമായിരുന്നു, യൂസ് ചെയ്ത് തുടങ്ങിയതായിരുന്നു. ആ ഒരു രീതിയിൽ പ്രൊമോഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ മസ്കാര അതിന് വേണ്ടിയിട്ടല്ല കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാം. കാരണം എന്താ, വാട്ടർ പ്രൂഫ് ആണേ. മഴയത്ത് ഇനിയിപ്പോ പോയി വെള്ളം നനഞ്ഞാലും പ്രതാപം പോവില്ല. അപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല, സുഖമായിട്ട് ഉപയോഗിക്കാം. യെസ്. അപ്പൊ ഇത്രയും നമുക്ക് എന്തുണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്. ഈ പ്രോഡക്ട്സിനെ കുറിച്ച് ഇങ്ങനെ ഒരു ക്ലാസ് കേട്ടാൽ പോരാ, നമുക്ക് നന്നായിട്ട് മനസ്സിലാവണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട്, നന്നായി ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഉഡാൻ. ഉഡാനിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഉഡാനിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവ് കൂടുതലാണ്. PV അതേപോലെ കിട്ടില്ലേ, PV കിട്ടും, അതനുസരിച്ച് നമുക്ക് കമ്മീഷൻ കൂടും, ഫ്രീ പ്രോഡക്ട്സ് കിട്ടും. മുന്നോട്ട് പ്രൊമോട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. സുന്ദരനും സുന്ദരിയായിട്ട് പുറത്തു പോയാലല്ലേ ആളുകൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഡക്ട്സ് വാങ്ങുള്ളൂ. അപ്പൊ ഉഡാനിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നോക്കണം. നമ്മുടെ ഒരു വലിയൊരു കണ്ടീഷൻ അതാണല്ലോ, നമ്മൾ ആദ്യം യൂസ് ചെയ്യണം, എന്നാലേ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2500 രൂപയുടെ SPA ആണ്, PV അല്ല. 2500 രൂപയുടെ കീസോൾ വ്യോമിനി പ്രോഡക്ട്സ് നമ്മുടെ പേരിൽ ബില്ല് ചെയ്തതിന് ശേഷം, നമ്മൾ വാങ്ങിയതിന് ശേഷം നമുക്ക് ഉഡാനിൽ രജിസ്റ്റർ ചെയ്യാം. ഉഡാനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ലിങ്കിൽ നിങ്ങൾക്ക്
കയറിയിട്ട് ഗൂഗിൾ ഫോം ഉണ്ട്, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ആയി. നിങ്ങൾ 2500 ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. മലയാളത്തിൽ നമ്മൾ 2 ബാച്ചസ് ഉടാൻ്റെ ഓൾറെഡി കഴിഞ്ഞു. ഇനി 3ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസത്തെ ക്ലാസ് ആണ് ഉടാനിന്. 14 ദിവസം നമ്മൾ കീസോളിനെ കുറിച്ചും എങ്ങനെയാണ് കീസോളിന്റെ ഔട്ട്ലെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയാണ് ഇതിന്റെ ഒരു ഷോപ്പ് 60,000 രൂപയ്ക്ക് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാം. 14 ദിവസം ത്രൂ ഔട്ട് ഒരു ചെറിയ ചെറിയ ടാർഗറ്റ്സ് ഉണ്ട്. വീണ്ടും 2500 SP നമ്മൾ അപ്പോൾ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്താൽ ലെവൽ 1 നമ്മൾ ക്രോസ് ചെയ്തു. ഇത് കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റർ ക്ലാസ്സസ് കിട്ടും. അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു മാസ്റ്റർ ക്ലാസ് മലയാളത്തിൽ കഴിഞ്ഞു, ഹിന്ദിയിൽ കുറേ ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞു, 2ാമത്തെ ക്ലാസ് 27th നമുക്ക് ഉണ്ടാവും. മാസ്റ്റർ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും കൂടാതെ എക്സ്ട്രാ നമുക്ക് അറിവുകൾ കിട്ടാനായിട്ട് സ്കിന്നിനെ കുറിച്ചായിക്കോട്ടെ, കോസ്മെറ്റിക്സിനെ കുറിച്ചായിക്കോട്ടെ, അതേപോലെ തന്നെ ഹെയറിനെ കുറിച്ചായിക്കോട്ടെ, ഹൈജീനെ കുറിച്ചായിക്കോട്ടെ, കൃത്യമായിട്ട് കൂടുതൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് മാസ്റ്റർ ക്ലാസ്. മാസ്റ്റർ ക്ലാസ്സസ് കിട്ടും, ബ്ലേസർ നമുക്ക് കിട്ടും, സർട്ടിഫിക്കറ്റ് കിട്ടും. അതേപോലെ കീസോൾ ഗൈഡ് എന്ന് പറയുന്ന പുതിയൊരു സംഭവം കൂടിയിട്ടുണ്ട്. കീസോളിനെ കുറിച്ച് സംശയങ്ങളുള്ള ആളുകൾക്ക് നേരിട്ട് കമ്പനിയിൽ നമുക്ക് കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ലോട്ട് ബുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റിന്റെ സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് ഡയറക്റ്റ് ആയിട്ട് അവരോട് നമുക്ക് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പേടിക്കേണ്ട മലയാളത്തിലും ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ സംസാരിക്കാനും പറ്റും. ഉടാൻ കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് പ്രോഡക്റ്റിനെ കുറിച്ച് ഒരുവിധം ധാരണയാവും. പിന്നെ നമുക്ക് വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഇതേപോലെയുള്ള കീസോൾ സെഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. യെസ്, ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒഫീഷ്യൽ നമ്പർ അല്ല, പേഴ്സണൽ നമ്പർ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യമുള്ളവർ മാത്രം, കാരണം ഞാൻ ക്ലാസ്സുകളുടെ ഇടയിലായിരിക്കും, മീറ്റിംഗ്സ് നടക്കുമായിരിക്കും, അറ്റൻഡ് ചെയ്യാനായിട്ട് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഉടാനിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളവർ, KSOനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർ, കീസോളിന്റെ കാര്യങ്ങൾ അറിയണം എന്നുള്ളവർക്ക് മെസ്സേജ് അയച്ചിടുക. മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായിട്ട്. ഇതിന്റെ ഇടയിൽ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ഇടയിൽ പരാതി പറയുന്നവരുണ്ട്, ഞാൻ അയച്ചിട്ട് ഇതുവരെയ്ക്കും മാം നോക്കിയിട്ടില്ല. അപ്പൊ ചില സമയത്ത് ഒരുപാട് മെസ്സേജസ് വരുന്ന സമയത്ത് അതിന്റെ ഇടയിൽ വിട്ടുപോകുന്നതാണ്. എങ്കിലും അപ്പൊ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് കീസോൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അറിയണം, പുതിയ ആളുകളാണെങ്കിലൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഉടാനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ആണെങ്കിലും ലീഡേഴ്സ് വഴി കിട്ടും, അല്ല എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഓൾറെഡി സമയമായിട്ടുണ്ട്, എല്ലാം പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് രാവിലെ ഇത്രത്തോളം മതിയാവും അല്ലെ? തലേന്ന് പുക പോകുന്നുണ്ടാവും. ആദ്യമായിട്ട് കേട്ടവർക്ക് എന്തൊക്കെയോ തലയിൽ കൂടെ പോയി എന്നുള്ളത്. അപ്പൊ കൂടുതൽ മനസ്സിലാവാനായിട്ട് ഉടാൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്ക്, ഉടാൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്ക്. താങ്ക് യു സോ മച്ച്. ഇന്നത്തേക്ക് ഓവർ ടു യു ബാബു സർ. താങ്ക് യു സോ മച്ച് JRCM JK സർ.